കണ്ണിലൊരു കരട് പോയാൽ ഒരു ചേഞ്ച് വരിക, അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ റെസിസ്റ്റ് ചെയ്യും, കണ്ണുനീര് കൊണ്ട് അതിനെ പുറന്തള്ളാൻ നോക്കും. ഏത് കാര്യം അങ്ങനെയാണ്. ഫോറിൻ ബോഡി നമ്മൾക്ക് ബോഡി റെസിസ്റ്റ് ചെയ്യും. അതേപോലെ തന്നെ നോളജും, അതേപോലെ തന്നെ സിസ്റ്റവും. എന്ത് പുതിയത് കൊണ്ടുവന്നാലും അത് നമ്മൾ റെസിസ്റ്റ് ചെയ്യും. അപ്പോൾ ഒരു ഓൺട്രപ്രണറോ ലീഡറോ നോളജ് എൻഹാൻസ് ചെയ്ത് ബിസിനസ്സിലേക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ടത് ഗ്രൗണ്ട് ലെവലിൽ നമ്മുടെ കുട്ടികൾ അത് ഏറ്റെടുക്കാൻ മാനസികമായി അവർ തയ്യാറെടുത്തോ ഇല്ലയോ എന്നുള്ളൊരു ക്രോസ് ചെക്ക് നടത്തണം. വില്ലിങ്നെസ് ടെസ്റ്റ് എന്ന് നമ്മൾ പറയും. കാരണം പലപ്പോഴും സ്കിൽ സെറ്റിൻ്റെ ഗ്യാപ്പ് കൊണ്ടോ ലാക്ക് കൊണ്ടോ ഒന്നുമല്ല പെർഫോമൻസ് നമുക്ക് പല ബിസിനസ്സിലും എൻഷുർ ചെയ്യാൻ പറ്റാത്തത്. വില്ലിങ്നെസ് ഇല്ലാത്തത് കൊണ്ടാണ്. സ്കില്ലല്ല, വില്ലാണ് വിഷയം. സ്കില്ലല്ല, വില്ലാണ് വിഷയം. അപ്പൊ ആ വില്ലിങ്നെസ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസിലൂടെ ഇവരെ വില്ലിങ് ആക്കി മാറ്റുക. അപ്പോൾ അത് അടുത്ത ചോദ്യം, അങ്ങനെ എല്ലാവരെയും വില്ലിങ്നെസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യം പലപ്പോഴും നമ്മളോട് ചോദിക്കാറുണ്ട്. ഞാൻ പറയാറുള്ളത്, ഉറങ്ങുന്ന ആളെ നമുക്ക് ഉണർത്താൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ ബക്കറ്റ് കൊണ്ട് വെള്ളം ഒഴിച്ചാലും അവൻ സുഖമായിട്ട് കൂർക്കം വലിച്ചുറങ്ങും. ഒരു ഇൻഫ്ലുവൻസർ ലീഡർ ആണോ എന്ന ചോദ്യത്തിന് നിങ്ങളുടെ മറുപടി എന്താ? ഇൻഫ്ലുവൻസറിന് കുറെ ഫോളോവേഴ്സ് ഉണ്ടല്ലോ. സോഷ്യൽ മീഡിയ കാണുന്ന ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ ഫോളോവേഴ്സ് ഇല്ലേ? ഈ ഇൻഫ്ലുവൻസേഴ്സ് എല്ലാവരും ലീഡേഴ്സ് ആണോ? ലീഡർ എന്ന് പറഞ്ഞാൽ കുറെ ഫോളോവേഴ്സ് ഉള്ള ഒരാളാണല്ലോ ലീഡർ. APJ അബ്ദുൽ കലാമിന് ഫോളോവർ ഇല്ലേ? അതുകൊണ്ടല്ലേ ഇപ്പോഴും ലീഡർ ആരെന്ന് ചോദിച്ചപ്പോൾ APJ അബ്ദുൽ കലാം എന്ന് പറഞ്ഞത്. മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ ഫോളോവേഴ്സ് ഇല്ലേ? അല്ലേ? അതുകൊണ്ടല്ലേ നിങ്ങളിപ്പോ ഷിഹാബ് അലി തങ്ങളുടെ പേര് പറഞ്ഞത്. അപ്പൊ ഫോളോവേഴ്സ് ഉള്ളവരെല്ലാരും ലീഡർ ആണെങ്കിൽ സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസേഴ്സിനും ഫോളോവേഴ്സ് ഉണ്ട്. അവരൊക്കെ ലീഡർ ആണോ? എന്തുകൊണ്ടല്ല? നാക്കുകൊണ്ട് പറയാം, പ്രവർത്തിക്കണം. പിന്നെ ഫോളോവേഴ്സിനെ കേൾക്കുന്നില്ല. വെരി ഗുഡ്. വേറെ നല്ല വ്യക്തിയായിരിക്കണം. ഇതൊക്കെ വേണം. ഞാൻ പറയും, ഫോളോവേഴ്സിനെ ക്രിയേറ്റ് ചെയ്യലല്ല ഒരു ലീഡറിന്റെ ദൗത്യം. ലീഡേഴ്സിനെ ഉണ്ടാക്കലാണ് ഒരു ലീഡറിന്റെ ദൗത്യം. താഴെ തട്ടിൽ ലീഡേഴ്സിനെ ഉണ്ടാക്കാൻ പറ്റണം. കുറെ നമ്പറുള്ള ഫോളോവേഴ്സിനെ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. യഥാർത്ഥ നേതാവ് എന്ന് പറഞ്ഞാൽ എൻ്റെ താഴെ എത്ര ലീഡേഴ്സിനെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റും? ക്വാളിറ്റി ഉള്ള, കേൾക്കാൻ പറ്റുന്ന, വാല്യൂസ് ഉള്ള, ക്യാരക്ടർ ഉള്ള എത്ര പേര് എന്നെ ഫോളോ ചെയ്യുന്നു? അതിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ പോലും ലീഡർ ആവുന്നത്. അല്ലാതെ ലക്ഷക്കണക്കിന് ആൾക്കാർ ഫോളോ ചെയ്യുന്നതുകൊണ്ട് അയാളൊരു ലീഡർ ആവില്ല. അയാളെ ഫോളോ ചെയ്യുന്ന എത്ര പേര് ലീഡേഴ്സാണ്, അവിടെയാണ് ആ മനുഷ്യൻ യഥാർത്ഥ ലീഡറായി മാറുന്നത്. ഇങ്ങനെയൊന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ എവിടെയും കണ്ടിട്ടില്ല. അതോ നോക്കൂ, ഒരു കമ്പനിയിലെ എംപ്ലോയീസ് പെർഫോം ചെയ്തപ്പോ മാനേജ്മെന്റ് ചെയ്ത പണി കണ്ട. അതോ നോക്കൂ അവിടെ. ഓ മൈ ഗുഡ്നസ്, 2 ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമേഴ്സ് ആണ് കേട്ടോ. സാധാരണ നമ്മള് കമ്പനിയിൽ പെർഫോം ചെയ്ത ചിലപ്പോ പറ്റിയ തോളത്തൊന്ന് തട്ടും, അതും ആരും കാണാതെ. കമ്പനി പെർഫോം ചെയ്ത 2 ചെറുപ്പക്കാരെ ലോകത്തെ മുഴുവൻ വിളിച്ചറിയിക്കാൻ, കാണിക്കാൻ, അപ്രീഷിയേറ്റ് ചെയ്യിക്കാൻ റോഡിന്റെ നടുവിൽ ഹോർഡിങ് കെട്ടി ആഘോഷിക്കുകയാണ്. നമ്മളൊക്കെ പലപ്പോഴും സിനിമാ നടന്മാരെയും ക്രിക്കറ്റ് കളിക്കാരെയൊക്കെ ബ്രാൻഡ് അംബാസിഡർ ആക്കുന്ന ബിസിനസ്സുകാരെ കണ്ടിട്ടുണ്ട്. മാറ്റത്തിന്റെ തുടക്കമാണ്. ഇവിടെ തുടങ്ങണം, ഇങ്ങനെ തുടങ്ങണം. കൂടെ ഉള്ളവരെ കെട്ടിപ്പിടിച്ചാൽ, ചേർത്ത് പിടിച്ചാൽ അവര് ഏറ്റവും നല്ല കസ്റ്റമേഴ്സിനെ കൊണ്ടുവരും എന്നതിന്റെ തെളിവാണ് ഈ ഹോർഡിങ്. ഇങ്ങനെ ഒരുപാട് ഹോർഡിങ്ങുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പണ്ടൊക്കെ ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ടാവും, സ്വപ്നങ്ങൾ കാണൂ, സ്വപ്നങ്ങൾ കണ്ടാൽ നിങ്ങളുടെ ജീവിതത്തിൽ. അതൊക്കെ കഴിഞ്ഞു മോനെ. സ്വപ്നങ്ങൾ കാണുമെന്ന് പറഞ്ഞിട്ട് ഇപ്പം എല്ലാവരും സുഖമായിട്ട് കിടന്നുറങ്ങി സ്വപ്നമൊക്കെ കാണുന്നുണ്ട്. നമുക്ക് സ്വപ്നങ്ങളേ ഉള്ളൂ. നമുക്ക് ഈ 5 ലെറ്റർ വേർഡ് ഇല്ല. ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും നേടണമെങ്കിൽ ഈ 5 ലെറ്റർ വേർഡ് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കണം. ആ 5 ലെറ്റർ വേർഡും കൂടെ ഉണ്ടായാൽ മാത്രമേ നമ്മുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുള്ളൂ. അതാണ് എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. അബ്ദുൽ കലാം പറഞ്ഞ സ്വപ്നത്തിന്റെ ആശയം ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, ഉറക്കം കെടുത്തുന്നതായിരിക്കണം സ്വപ്നം. ഡ്രീം ഈസ് നോട്ട് വാട്ട് യു സീ വൈൽ യു സ്ലീപ്. ഡ്രീം ഈസ് സംതിങ് ദാറ്റ് മേക്സ് യു സ്റ്റോപ്പ് സ്ലീപ്. അങ്ങനെ എങ്ങനെ ഉറക്കം കെടുത്തുന്ന സ്വപ്നം കാണാൻ സാധിക്കും? നമ്മളെ ഉറങ്ങാൻ അനുവദിക്കാതെ നമ്മളെ പുഷ് ചെയ്യുന്ന സ്വപ്നങ്ങൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് പഠിക്കണ്ടേ? അതിന് ഈ 5 ലെറ്റർ വേർഡ് പഠിക്കണം. അവിടെ നിൽക്കി, ഇവിടെ ആൾക്കാരെ കാണുന്നില്ലേ നിങ്ങള്? ഞാൻ കഴിഞ്ഞ ദിവസം കാലിക്കറ്റ് ഒരു യാത്ര പോയി. കാലിക്കറ്റ് യാത്ര പോയപ്പോൾ കാലിക്കറ്റ് പോയി എന്തായാലും നമ്മൾ ബിരിയാണി കഴിക്കണമല്ലോ. ബിരിയാണി കഴിക്കണം. അത് ഫർദാണ്. 2.5 മണിക്കാണ് ട്രെയിൻ. ഞാൻ അവിടെ നിൽക്കുന്ന ഒരാളോട് വിളിച്ചേട്ടാ പെട്ടെന്നൊരു ബിരിയാണി തരുമോ? എടുത്ത വായ ആള് പറഞ്ഞേ, എടോ എല്ലാരും ഇങ്ങനെ നിക്കണത് ഇവിടെ.
താനൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യാം, അവിടെ ഇരി, സ്ഥലം ഉണ്ടെങ്കിൽ ഇരിക്കുന്നു. പക്ഷെ അയാൾ പെരുമാറേണ്ടിയിരുന്നത് നോക്കാം കേട്ടോ, ഒന്ന് വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞാലും നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവും. അതെ, നിങ്ങൾ 99.9% ഇൻവെസ്റ്റ്മെന്റും ഇൻഫ്രാസ്ട്രക്ചറിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും 10 ആൾക്കാരെ കമ്പനിക്കകത്ത് എടുക്കുകയും ചെയ്ത് അതിൽ ഫ്രണ്ട് എൻഡിൽ നിൽക്കുന്ന റിസപ്ഷനിൽ നിൽക്കുന്ന ആള് അവിടെ നിൽക്കുക, ഇവിടെ ആൾക്കാരെ കാണുന്നില്ലേ നിങ്ങള് എന്നൊരു കസ്റ്റമർ വിശന്ന് കൃത്യസമയത്ത് ട്രെയിൻ പിടിക്കാൻ പോകുന്ന ഓട്ടത്തിനിടയിൽ ഇബാദുമായി ഹോട്ടലിലെത്തിയപ്പോൾ ഈ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നില്ല അവിടെ ബിസിനസ് ഓണർ ഉണ്ടായിരുന്നെങ്കിൽ അത് അങ്ങനെ സംഭവിക്കുന്ന. ബ്രൂട്ടിന്റെ ഒരു സ്മെല്ലാണ് പാക്ക്. നമ്മൾ ഉദ്ദേശിച്ച ഒരു സക്സസ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റാതെയാണ് 95% പ്രവാസികളും തിരിച്ചു നാട്ടിൽ പോകുന്നത്. 30-35 വർഷം ഇവിടെ നിന്ന് കുറേ അസുഖമൊക്കെ വന്ന് നല്ല രോഗിയായി തിരിച്ച് നാട്ടിൽ പോകുമ്പോൾ ആരാ ഉണ്ടാവുക? ഒന്നും ഉണ്ടാവില്ല. എൻ്റെ ഉപ്പായനും ഇപ്പം തിരിച്ചു വിളിച്ചാൽ വരില്ല. കാരണം എന്താ? ബന്ധങ്ങൾ ഉണ്ടാക്കി തുടങ്ങുന്നുള്ളൂ. എൻ്റെ ഉപ്പായ ആർക്കും അറിയില്ല. കാര്യം വർഷത്തിൽ 20 ദിവസമൊക്കെയാണ് നാട്ടിൽ പോകുന്നത്. അതും സാധനം കൊണ്ട് കൊടുക്കാനായിരുന്നു അന്നൊക്കെ പോകുന്നത്. ഈ റൂമിൽ 10-12 പേര് കാണും, 12 വീട്ടിലും കൊണ്ടുപോകണം സാധനം. എൻ്റെ ഉപ്പായൊക്കെ വന്നു കഴിഞ്ഞാൽ 20 ദിവസത്തിന് വരുന്നാൽ ആദ്യത്തെ 10-12 ദിവസവും ട്രാവലിങ്ങാ മലബാറിലോട്ട് സാധനം കൊണ്ട് കൊടുക്കാൻ. കൊടുത്തിട്ട് തിരിച്ചു വരുമ്പോൾ ഉപ്പ പോവും. ഉപ്പായെ കുറിച്ചിട്ടുള്ള ഓർമ്മയൊക്കെ നമുക്ക് ആകെ ഉള്ള ഓർമ്മ ബ്രൂട്ടിൻ്റെ ഒരു സ്മെല്ലാണ് ഉപ്പാക്ക്. പിന്നെ കുറേ പേർഷ്യൻ മണമാണ്. ആ മണം മൂക്കിന്ന് പോകുമ്പോൾ ഉപ്പായും പോവും. അങ്ങനെ 35 വർഷമൊക്കെ നമ്മുടെ നാടിനും നാട്ടുകാർക്കും കുടുംബക്കാർക്കും ഒക്കെ വേണ്ടി നമ്മൾ പണിയെടുത്ത് തിരിച്ചു പോകുമ്പോൾ ആർക്കും നമ്മൾ അറിയാത്തൊരവസ്ഥ വരും. സെൻസിയുടെ കാഴ്ചപ്പാടില് ആരാണ് യഥാർത്ഥ ലീഡർ? 3 കാര്യങ്ങൾ. ഒന്ന്, ആ വ്യക്തിക്ക്, ഇത് എന്റെ ഡെഫിനേഷനും അല്ല, ഞാൻ ആരുടെ ഡെഫിനേഷനാണെന്ന് പറഞ്ഞുതരാം. ആ വ്യക്തിക്ക് എങ്ങോട്ടാണ് പോകണമെന്നുള്ള വളരെ വ്യക്തമായിട്ടുള്ള ഒരു നിലപാടുണ്ടായിരുന്നു. ഞാൻ ഇങ്ങോട്ടാണ് പോകണമെന്നുള്ളത്. രണ്ടാമത്തത്, ആ വ്യക്തി അങ്ങോട്ട് പോകുമ്പോൾ ചിലർ സ്റ്റേജിൽ കയറിയിട്ട് നമുക്കെല്ലാവർക്കും ഇത് ചെയ്യണം ഇത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറയും. പക്ഷെ അവർ തന്നെ ചെയ്യില്ല. അത് അങ്ങനെ ആണെങ്കിൽ ആ ഒരു വ്യക്തി ഒരു നേതാവല്ല. ആൾക്ക് കാണാൻ പറ്റണം, ഇത് ചെയ്യണം എന്ന് പറയുന്ന വ്യക്തിയായിരിക്കണം, അത് ചെയ്യണ വ്യക്തിയായിരിക്കണം. രണ്ടാമത്തത്, ആ വ്യക്തി നടന്നു പോണ പാത മറ്റുള്ളവർ കാണിച്ചു കൊടുക്കണം. കാണണം, ചെയ്യണം, പഠിപ്പിച്ചു കൊടുക്കണം. ഇത് 3 വേണം. ഈ 3 ട്രയാങ്കിൾ വന്നാൽ മാത്രം. ഇത് ജോൺ സി മാക്സ്വെലിന്റെ ഡെഫിനിഷൻ. എ ലീഡർ ഈസ് എ പേഴ്സൺ ഹു നോസ് ദ വേ, ഗോസ് ദ വേ ആൻഡ് ഷോസ് ദ വേ. ഒരു നേതാവിന്റെ ഏറ്റവും വലിയ ടഫ് ഡിഫിക്കൾട്ട് സെനാരിയോ എന്ന് വെച്ചാൽ ആ വ്യക്തി ആയിരിക്കണം ആദ്യത്തെ ഫോളോവർ. റെക്കഗ്നേഷൻ എന്ന് പറയും. റെക്കഗ്നേഷൻ. എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാറില്ലേ? നല്ല തെറി വിളിക്കില്ലേ? അവിടെ പിന്നെ ഫ്ലോർ എന്നോ കസ്റ്റമർ എന്നോ മാനേജ്മെന്റ് ഒന്നും നോക്കൂല അല്ലേ? നമുക്ക് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത ഒരു തെറ്റ് ചെയ്താൽ ഫ്ലോറിലിട്ട് നമ്മൾ അല്ലേ അവനെ കീറി മൂറി 45 കഷ്ണാക്കും. ഒരു നല്ല കാര്യം ചെയ്താലോ ചിലപ്പം പറഞ്ഞാലായി, പറഞ്ഞില്ലെങ്കിലായി. ചിലപ്പോൾ പറയുമായിരിക്കും ഒറ്റയ്ക്ക് എല്ലാ ഷിഫ്റ്റ് ഒക്കെ കഴിഞ്ഞ് പോകാറാകുമ്പോൾ അത് കൊള്ളായിരുന്നു കേട്ടോടാ. എന്തെങ്കിലും തെറ്റ് ചെയ്താൽ പബ്ലിക്കായിട്ട് കുറ്റം പറയുകയും എന്തെങ്കിലും നല്ലത് ചെയ്താൽ ഒറ്റയ്ക്ക് പോയി തട്ടുകയും ചെയ്യും. അതല്ല ലീഡർ. യഥാർത്ഥ ലീഡർ ഒരു തെറ്റ് ചെയ്താൽ അവനെ മാറ്റി വിളിച്ച് അവനെ ഒറ്റയ്ക്ക് ആ തെറ്റിനെ അവന്റെ മുന്നിൽ അവതരിപ്പിക്കുകയും ശരി എന്താണെന്ന് അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുകയും അവനൊരു വലിയ ശരി ചെയ്യുമ്പോൾ പബ്ലിക്കിന്റെ മുന്നിൽ പോയി അവനെ അപ്രീഷിയേറ്റ് ചെയ്ത് റെക്കഗ്നൈസ് ചെയ്യലാണ് യഥാർത്ഥ ലീഡർ. റെക്കഗ്നൈസ് ചെയ്യണം. അവൻ ചെയ്യുന്ന ഒരു വലിയ ശരിയെ മനുഷ്യന്മാരുടെ മുന്നിൽ, എല്ലാവരുടെയും മുന്നിൽ നിർത്തി റെക്കഗ്നൈസ് ചെയ്യണം. അപ്പൊ അവന് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഇല്ലേ, അത് അവന്റെ കണ്ണിൽ നോക്കി അറിയാം. ചിലപ്പോൾ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരും. നമ്മുടെ കൂടെ ഉള്ളവര് ചിലപ്പം കമ്മീഷനൊന്നും അവർക്ക് വേണ്ടെന്നേ. ചിലരൊക്കെ പറയാട്ടോ, സ്റ്റാഫിനെ കൂടെ നിർത്താൻ കുറച്ച് കമ്മീഷൻ കൊടുത്താൽ നിർത്തോ, കുറച്ച് കൂടുതൽ പൈസ കൊടുത്താൽ നിർത്തോ. നിൽക്കൂല. കൂടുതൽ പൈസ കിട്ടുന്നിടത്താവും പോവും. പക്ഷെ അവനെങ്ങനെ ചേർത്ത് പിടിച്ചിട്ടെ അവന്റെ എല്ലാ പ്രയാസത്തിലും എല്ലാ പ്രശ്നത്തിലും കൂടെ ഞാനുണ്ട് എന്നൊരു തോന്നൽ അവനുണ്ടെങ്കിൽ അതാണ് അവന് വേണ്ടത്. കേരളത്തിൽ ഇന്ന് വരെ കാണാത്ത ഒരു സംഭവമാണ് ഇന്നിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഓപ്പോസിറ്റ് സൈഡിൽ 2 ട്രെയിനേഴ്സ് ഇരിക്കുക. പക്ഷെ 2 ട്രെയിനേഴ്സിനെ ഒരുമിച്ച് ഒരു പ്ലാറ്റ്ഫോമിൽ ഇരുത്തുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. പറയുന്ന ട്രെയിനേഴ്സൊക്കെ എല്ലാ വാല്യൂസിനെ കുറിച്ചും നോളജിനെ കുറിച്ചും സ്കില്ലിനെ കുറിച്ചും ഒക്കെ. പക്ഷെ ഈ ട്രെയിനേഴ്സിന്റെയും കോച്ചസിന്റെ ഇടയിൽ ഒരു വലിയ ഈഗോയൊക്കെ ഉണ്ട്. എങ്ങനെ ഫറൂഖ് സെൻസിയെ ഞാൻ ഡിഫൈൻ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ ഓപ്പോസിറ്റ് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നതിന്റെ കാരണം ഈ രണ്ടും ഒന്നാണ്. അതായത് സെൻസിയെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നതും സെൻസിയുമായിട്ട് ഓപ്പോസിറ്റ് ഇരിക്കുന്നതിന്റെയും കാരണം ഒന്നാണ്. വാല്യൂസ് എന്ന് പറയും. വാല്യൂസ് എന്ത് വാല്യൂസ്? മൂല്യങ്ങളാണ്. അതായത് ഒരു മനുഷ്യൻ ഒരു മനുഷ്യനായി തീരാൻ
ഒരുപാട് വാല്യൂസ് എക്സസൈസ് ചെയ്യണം. ഞാൻ പറയുന്നത് ഒരു കോച്ച് ആകാനോ ട്രെയിനർ ആകാനോ ഡോക്ടർ ആകാനോ എഞ്ചിനീയർ ആകാനോ അല്ല, മനുഷ്യനായി തീരാൻ നമ്മൾ കുറെ സെറ്റ് ഓഫ് വാല്യൂസ് ഫോളോ ചെയ്യണം. അപ്പൊ ഈ വാല്യൂസ് അത് പ്രൊഫഷണൽ ലൈഫിൽ മാത്രമല്ല, പേഴ്സണൽ ലൈഫിലും എക്സസൈസ് ചെയ്ത് ആ എത്തിക്സിലും മോറൽസിലും സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ, ഇന്നലെ സോൾഡാരിറ്റിയുടെ ഇവന്റിൽ പോയപ്പോൾ ഒരു പ്രഗത്ഭനായ നേതാവ് പറഞ്ഞു, ഒരു വലിയ ബിസിനസ്സുകാരൻ പറഞ്ഞാണ് വലിയ പാടാണെന്ന്. ഞാൻ പറയും അത് എളുപ്പമാണെന്ന്. അങ്ങനെ തെളിയിച്ചിട്ടുള്ള മനുഷ്യനാണ് എൻ്റെ ഓപ്പോസിറ്റ് ഫറൂഖ് സെൻസി. താങ്ക് യു സോ മച്ച് ഫോർ സെൻസി. നമ്മുടെ പോഡ്കാസ്റ്റിൽ വന്നതിൽ വളരെ വളരെ സന്തോഷം. നമ്മൾ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ് അല്ലേ? അപ്പൊ ഫറൂഖ് സെൻസി ബേസിക്കലി ഒരു ലീഡേഴ്സിനെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ട്രെയിനറാണ് അല്ലേ? നിങ്ങൾ ആരാണെന്നൊന്നോ നിങ്ങളെ കുറിച്ചൊന്ന് പറയണമെങ്കിൽ ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ സെൻസായി അതിന്റെ പേരുമാണ്, അതിനൊരു മീനിങ്ങും ഉണ്ട്. സെൻസായി എന്ന് വെച്ചാൽ ടീച്ചർ എന്നുള്ള. ടീച്ചർ അത് ജാപ്പനീസ് ടൈറ്റിലാണ് ടീച്ചർ എന്ന് വെച്ചാൽ. അപ്പോൾ ആ ടൈറ്റിൽ കിട്ടാൻ കാരണം മാർഷൽ ആർട്സിൽ എൻ്റെ മാർഷൽ ആർട്ട് എക്സ്പീരിയൻസ് ആണ് അതങ്ങനെ ടീച്ചർ എന്നുള്ളത്. അപ്പോൾ ചിലർ കോച്ച് എന്ന് പറയും, ചിലർ ട്രെയിനർ എന്ന് പറയും. പക്ഷെ ഞാൻ ഏറ്റവും നല്ല ആഗ്രഹിക്കുന്നതും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വാല്യൂ കൊടുക്കാൻ പറ്റുന്ന ഒരാൾ അധ്യാപകനാണ്. നിങ്ങൾ ഈ നിലയിൽ എത്തിച്ചത് അധ്യാപകനാണ്, ഒരു കോച്ച് അല്ല, ഒരു ട്രെയിനർ അല്ല. അധ്യാപകന്മാരില്ലാതെ ഒരു ഡോക്ടറും ഇല്ല, ഒരു നേതാവും ഇല്ല, ഒരു എഞ്ചിനീയറും ഇല്ല, ഒരു എയറോനോട്ടിക്കൽ എഞ്ചിനീയർ വാട്ട് എവർ ഇറ്റ് ഈസ് ഇല്ല. അപ്പോൾ ഞാൻ ആരാന്ന് ഒരു വാക്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ, ഫ്രം പ്രൊഫഷണൽ ലെവൽ ചോദിച്ചു കഴിഞ്ഞാൽ, ഐ എം ഫറൂഖ് സെൻസി ദ സെൻസി. ഒരു മനുഷ്യന് അവരെ വാല്യൂ, ഇപ്പം റിയാസ് ഭായ് പറഞ്ഞ പോലെ ഒരു വ്യക്തിക്ക് അവരെ വാല്യൂ എന്താന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന 2 ടീച്ചേഴ്സ് അവിടെ.